മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം തുടരുകയാണ്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ബസർ നേടിയെടുത്ത ആളാണ് ഇപ്പോ മത്സരിക്കാനായിട്ട് വരുന്നത്. നമുക്ക് ആ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ശ്രീഷ്മ. ഇന്നത്തെ എൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ജോൺസൺ മാഷിൻ്റെ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് സോങ് ആണ് ദേവകന്യക എന്ന് പറയുന്ന സോങ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രോട്ട് കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണ എനിക്ക് ഗോൾഡൻ ബസർ കിട്ടിയിരുന്നു. അപ്പോൾ ഇത്തവണയും അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ടാവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും പ്രാർത്ഥിക്കും. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ്. ആരാണ് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ജോൺസൺ മാഷ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ തവണ നമുക്ക് ഗോൾഡൻ ബസ് കിട്ടി, ഗോൾഡൻ ചെയർ കിട്ടിയില്ല. ഇപ്രാവശ്യം ഗോൾഡൻ ചെയർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. All the best. All the best.
ആഹാ ഐശ്വര്യം. Musical vibe. Mega finally. നമ്മുടെ എല്ലാവരും ഒരു ഫേവറേറ്റ് പാട്ടാണ്. ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ജഡ്ജസ് ആസ്വദിച്ചില്ലേ? ആസ്വദിച്ചല്ലോ. ആസ്വദിച്ചു. പിന്നല്ല ആസ്വദിക്കാതെ. അതെ, ഇത് എവിടെ കേട്ട് കഴിഞ്ഞാലും നമ്മളൊന്ന് അറിയാതെ ആസ്വദിച്ച്. എന്നാലും ഒരു വരി ഇദ്ദേഹനൊന്ന് പാട്. പാട്ട് പാടാനോ? ഒരു വരി, അല്ല, ഒറ്റ വരി. ആയിട്ടില്ല. ഒറ്റ വരി മതി. പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ശ്രീഷ്മ ഒന്ന് പറഞ്ഞു കൊടുക്കും. ആ, ദേവകന്യക മതി. ഇത് എവിടെ? പോരട്ടെ. എത്ര പേരാ നോക്കി ഈശ്വരാ. ധൈര്യമായിട്ട്. ഞാൻ പാട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് ഇല്ല, പറഞ്ഞിട്ടുള്ളേ. ഞങ്ങള് വീടില്ല അങ്ങനെ ഒരു വരിയെങ്കിലും പാടും. ദേവകന്യക സോനുവിൽ അല്ല ആയ്, നന്നായി പാടുന്നു. പോരട്ടെ, ധൈര്യമായിട്ട് പാട്. ശരിയാ. ധൈര്യമായിട്ട്. തമ്പുരുമീട്ടുന്നു പാട്. ദേവകന്യക സൂര്യതം നീട്ടുന്നു. ഈശ്വര, പ്രഷറെ പുറക്കട്ടെ കേട്ടോ. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ സംഗീതത്തിൽ. അത് ഞാൻ ശ്രുതിയിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ചേരുന്നുണ്ട്. അപ്പൊ പറ്റും ഡെയിനിന്. പറ്റും, വിചാരിക്കണം. ശരി. അപ്പൊ എന്തായാലും ശ്രീഷ്മയുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ഗായത്രി, ഇന്ന് ശരിക്കും എന്താ പറയാ, ചിത്ര ചേച്ചിയുടെ വോയിസിൽ ഒരു പ്യൂരിറ്റി, ഒരു ഡിവിനിറ്റി ഉണ്ടല്ലോ. അതിന്ന് മോളുടെ വോയിസിൽ എനിക്ക് തോന്നി. സെയിം ആ ഒരു ഡിവിനിറ്റിയോട് കൂടിയാണ് മോൾ ഇന്ന് പാടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വെള്ളിച്ചാമരം വീശുന്നു. അവിടെയൊക്കെ നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു പാടുമ്പം. 1-2 സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ദാറ്റ്സ് ഓക്കെ, ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ 99% പെർഫെക്റ്റ്, വെരി ഗുഡ്. അപ്പൊ ആ ഒരു 1%-ന്റെ അത് സാരില്ല, അത് വിടൂ. അതൊരു ഉപമയാണ്. അത് വെറുതെ പറഞ്ഞത്. അതിങ്ങനെ ലിറ്ററൽ ആയിട്ട് എടുക്കല്ലേ. ഗോൾഡൻ ബസർ പോയത്? ഗോൾഡൻ ബസർ ഇപ്പൊ എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ. അത് പിച്ച് പെർഫെക്റ്റ് ആയിട്ട് മാത്രം പാടിയാൽ കിട്ടുന്ന സാധനമല്ല ഗോൾഡൻ. നമ്മളൊരു ചില സമയത്ത് ഇപ്പം പലപ്പോഴും പല സിംഗേഴ്സും സ്റ്റേജിൽ ശ്രുതി പോയാലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അവർ നമ്മളെ ലേറ്റ് ചെയ്യും, മനസ്സിലായോ? ആ ഒരു വാവ് മൊമെന്റ് വേണം ഗോൾഡൻ ബസർ കിട്ടണമെങ്കിൽ. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടി അങ്ങനെ ഇതൊരു വേറൊരു വാവ് ഫാക്ടർ വരണം. ഇവരുടെ പെർഫോമൻസിലൊക്കെ വാവ് ഫാക്ടർ വരട്ടെ നമുക്ക്. അബ്സല്യൂട്ട്ലി. മഞ്ജരി, അപ്പത്തേക്ക് പൂക്കളും വളയും മാലയും എല്ലാം കൊണ്ടും ശരിക്കും ദേവകന്യക അസലായിട്ട് പാടി. ചേച്ചി. പ്രണയമണി തൂവൽ കഴിഞ്ഞ ആഴ്ച പാടിയപ്പോഴത്തേക്ക് ശബ്ദം വയ്യാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് പാടി ഒരു ഗോൾഡൻ ബസറൊക്കെ കിട്ടിയല്ലേ. ഇപ്രാവശ്യം ദേവകന്യക നന്നായിട്ട് പാടി, സൂപ്പറായിരുന്നു. അതിൽ എനിക്ക് ചില സ്ഥലങ്ങൾ മാത്രം ഒരു ശ്വാസം കിട്ടാതെ അലയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ പാട്ടിന്റെ ഇടയിൽ മുറിക്കാതെയും ഒക്കെ ശ്രദ്ധിച്ച് പാടാൻ പറ്റും. ഓക്കെ. അപ്പൊ സുന്ദരിക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. ചേച്ചി, എനിക്ക് എപ്പോഴും പാട്ടുകാരോട് ഭയങ്കര ആരാധനയാണ്. സംഗീതം കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ളവരോടും ഭയങ്കര ആരാധനയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളോട്, ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ അടുത്തും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ബഹുമാനവും ആരാധനയുമാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറേ വർഷം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. പഠിച്ചു, പിന്നെ വിവാഹം കഴിഞ്ഞു, ചിലപ്പോൾ കുഞ്ഞുവാവയൊക്കെ ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ വേദിയിൽ എത്തിയിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, എന്താ പറയുക, ഇഞ്ച് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും കോമ്പറ്റീഷനെ കാണുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. ഗ്രേറ്റ്, അത്ര രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി, ഇവിടെ മുഴുവൻ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മുടെ ജഡ്ജസ് ഒക്കെ നല്ല കമന്റ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി റിസൾട്ട് അറിയാം അല്ലേ? സേഫ് ആയിരിക്കോ? അറിയില്ല, കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞോ? കുറച്ച് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്തൊക്കെയോ വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് വന്നപ്പോ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞോ? കഴിഞ്ഞ തവണ ഗോൾഡൻ ബസർ നേടിയ ആളാണ്. ഇപ്രാവശ്യം നമുക്ക് ആ വാവ് ഫാക്ടർ വന്നില്ല, അതുകൊണ്ട് ഗോൾഡൻ ബസർ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ശ്രീഷ്മ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത തവണ വരുമ്പോ വാവ് ഫാക്ടർ ആയിട്ട് വരണം. നമുക്ക് ഗോൾഡൻ ചെയർ. ഓക്കെ, ഡീലാണേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥി വിളിച്ചാലോ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്.
അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് റൊമാൻറ്റിക് സോങ് റൗണ്ടിലാണ്. സൂത്രധാരൻ ഫിലിമിലെ പേരറിയാം മകയിരം നാളറിയാം എന്ന ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സ്റ്റേജിൽ എനിക്ക് ഗോൾഡൻ ക്രൗൺ ഒക്കെ കിട്ടി, വളരെ സന്തോഷമായി. അപ്പോൾ ഈ സ്റ്റേജിലും അതുപോലെ തന്നെ പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന. Musical vibe. Mega finally. ഇത് ശരിക്കും ഒരു കുട്ടി. ശ്രീകുട്ടിയല്ലേ? അതെ, നമ്മളെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന ആളെ അല്ലല്ലോ, ക്യാരക്ടർ ആകാൻ പോയതാണോ? റൊമാൻറ്റിക് റൗണ്ട് ആണ്. ഏതാണ് ആ റൊമാൻറ്റിക് സോങ്? പേരറിയാം മകയിരം നാളറിയാം. ശ്രീകുട്ടി, എന്തായാലും ഗോൾഡൻ ചൈൽഡ് നമ്മുടെ കയ്യിലാണ്, അപ്പൊ അത് നിലനിർത്തണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ah
Excellent. സൂപ്പർ. Oh, musical vibe. Hey, mega finally. ബ്യൂട്ടി എന്തോ ഗോൾഡൻ ചൈൽഡ് കഴിഞ്ഞ പ്രാവശ്യം നേടി. ഇപ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. പക്ഷെ നല്ലൊരു പാട്ടായിരുന്നു, നല്ല റൊമാൻറ്റിക് സോങ് ആയിരുന്നു, നല്ലൊരു സെലക്ഷൻ. ആ സെലക്ഷൻ ഒരു കൈയടി. ഓക്കെ മഞ്ജരി. രവീന്ദ്ര മാഷിന്റെ പാട്ട് ആഹാ, അതെ. സൂപ്പർ പാട്ട്, താങ്ക് യു. ഉഗ്രൻ സെലക്ഷൻ. ശ്രീകുട്ടി ഇന്ന് എന്തോ ഒരു പ്രത്യേക ഭംഗി, എന്താണെന്നറിയില്ല. ശ്രീകുട്ടിയും ഭർത്താവും മാച്ചിങ് ആയിട്ടാണ് വന്നിരുന്നിരിക്കുന്നത്. ശരിക്കും ഭർത്താവിനെ ഇപ്പൊ കണ്ട ഒരു പാട്ട് മാഷ്. അതെ, കറക്റ്റ്. ഒരു പാട്ട് മാഷ് ഇരുന്നിട്ട് ഭാര്യയായി, ആ മാഷയുടെ ഭാര്യയായി ആ പാട്ടുകാരി. അതുപോലെ ഉണ്ട്. ഇപ്പൊ കുറച്ച് സ്റ്റൈല് കൂടുണ്ട് കേട്ടാ. എങ്ങായിക്കൊണ്ടിരിക്കുക. അതാ അസലായിട്ട് ആ ക്ലീൻ ഷേവ് ഒക്കെ ആയി, പുതിയ സ്റ്റൈലിലൊക്കെ. എന്നെയും കുറെ പേര് അറിയുന്നുണ്ട് എന്നൊക്കെ. ഒരാള് പാവാടി അത് ബ്ലൗസ് ഇടുമ്പോ മറ്റേ ആവണം. പിന്നെ ഭാര്യ പ്രായം കുറഞ്ഞു വരിക, അപ്പൊ ഭർത്താവ് അതിനൊത്ത് ചെയ്യണ്ടേ? വേണ്ടേ? അല്ലേ പ്രശാന്ത്? ഭാര്യ എങ്ങനെ പാടി ഇന്ന്? ഇഷ്ടപ്പെട്ടു. ആ എന്ത് പെണ്ണ് കാണല്ലോ. എങ്ങനെയുണ്ട് കുട്ടി എന്നൊക്കെ. ഇഷ്ടപ്പെട്ടു. അല്ല, പാടിയത് റൊമാൻറ്റിക് സോങ് ആണല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. അതിന്റെ ഇടയിൽ ഒരു ദേവൻ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് നോക്കണ്ടായിരുന്നു. പക്ഷെ ദേവൻ ടെൻഷനില്ല, പാട്ട് ശരിയാവോന്ന്. ദേവൻ ഒരു മൈൻഡും ഇല്ല. നമുക്ക് പ്രശാന്തേട്ടൻ ഇതിനു മുമ്പ് നമ്മൾ താടി മീശൊക്കെ ആയിട്ടുള്ള ഒരു ലുക്കിലാണല്ലോ കണ്ടത്. ശ്രീകുട്ടിക്ക് പ്രശാന്തേട്ടൻ താടി വളർത്തുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ മീശ മാത്രം വെക്കുന്നതാണോ ഇഷ്ടം, അതോ ക്ലീൻ ഷേവ് ചെയ്യുന്നതാണോ ഇഷ്ടം എന്ന് ചോദിക്കാം. എനിക്ക് താടി മീശയുള്ളതാ ഇഷ്ടം. ഈ സത്യം ഞാൻ അറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ക്ലീൻ ഷേവ് ആണെങ്കിൽ ജീവിതവും പോയി അല്ലേ? കുറ്റിത്താഴത്തേക്ക് ലെവലാക്കാം. ഇനി നമ്മുടെ ഈ ഷോ കഴിയുന്നവരെ ക്ലീൻ ഷേവ് ഇല്ല. പക്ഷെ സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. രണ്ടുപേരും ശരിക്കും ചക്കിക്കൊത്ത ചങ്കരൻ, അങ്ങനെയല്ലേ പറയാ? അതെ, നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഉഗ്രം പാട്ട് സെലക്ഷൻ. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ളൊരു ഒത്തൊരുമയല്ലേ ഈ പാട്ട് സെലക്ഷനും ഈ പാട്ട് പാടലും ഒക്കെ അല്ലെ? ഒരുമിച്ചുള്ള ആ ഒരു ബോണ്ടിങ് കാണാൻ ശരിക്കും അസലായിട്ട് പാടുന്നുണ്ട് ശ്രീകുട്ടി. ഇതിൽ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ആദ്യത്തെ തുടക്കം മാത്രം ഒന്ന് ആലാപം ഒന്ന് സ്ലിപ്പായി. ബാക്കി മുഴുവൻ പാട്ടും സുഖസുന്ദരായിരുന്നു കേൾക്കാൻ. മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം. അങ്ങനെ തുടരട്ടെ. താങ്ക് യു മഞ്ജരി. ഗായത്രി, എന്ത് രസമായിട്ടാണ് പാടിയതെന്ന്. ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ വരിയിലും മോള് ശരിക്കും അതിൽ ഡീപ്പ് ഇൻസൈഡ് പോയി ഓരോ സ്ഥലങ്ങളിലും ആ ഒരു ലിറിക്സിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായിരുന്നു നമ്മുടെ ഷോ തുടങ്ങിയപ്പോ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആളാ. ഇപ്പൊ മലയാളത്തില് നമ്മൾ പോലും കേൾക്കാത്ത ഏതൊക്കെയോ പുതിയ വാക്കുകൾ, മലയാളത്തിൽ പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടും. ഹിന്ദി പുതിയ വാക്കുകൾ പറയാൻ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓരോ വാക്കുകൾക്കും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഗായുവിനെ നോക്കും. അതാണ് ഗായു നിർത്തിയത്. എന്താണ് ഇപ്പത്തെ വാക്ക്? എന്തായിരുന്നു? ശ്ലാഘനീയം. ഇവിടെ തപ്പിക്കൊണ്ടിരുന്നത് അഭിനന്ദനം അറിയിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അത് പ്രശംസനീയം. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ്. ഞാൻ ഇനി എല്ലാം മലയാളത്തിലേ പറയുള്ളൂ. അത്ഭുതപ്പെടുത്തുന്ന ഒരു അവതരണമായിരുന്നു. അപ്പൊ മോൾക്ക് എന്റെ നിറഞ്ഞ സ്നേഹം, അഭിനന്ദനങ്ങൾ. ശ്രീകുട്ടി, നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രായത്തിലൊരു പാവാടക്കാരി നിന്ന് പ്രണയത്തെക്കുറിച്ച് ഓർത്ത് പാടുന്ന ഒരു പാട്ട്. കാമുകൻ തൊട്ടടുത്ത് നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കാമുകനെ ഉള്ളിക്കണ്ണിട്ട് നോക്കുന്നു. ഇതൊക്കെ ഒരു വിഷ്വലി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു, ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മോളെ. പാടിയതും കാണാനും ഡാൻസും എല്ലാം കൂടി ആയിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയം തുളുമ്പുന്ന നൃത്തവും സംഗീതവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ശ്രീകുട്ടി. എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോൾഡൻ ബസർ നേടി, ഗോൾഡൻ ചൈൽഡ് നേടിയെടുത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ആഴ്ച ഫ്രീ ആണ്, സേഫ് ആണ്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഗോൾഡൻ ചൈൽഡ് നേടണം. പിന്നത്തെ ആഴ്ച നമുക്ക് വീണ്ടും വേണമെങ്കിൽ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അടുത്തത് പിടിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ്. അപ്പൊ മത്സരം നല്ല കട്ടുകട്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 തവണ ഗോൾഡൻ ബസർ നേടാൻ സാധിച്ചെങ്കിലും ഗോൾഡൻ ചെയറിനിരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ എന്ന് പറയുന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. എന്റെ ഇഷ്ടം മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട്, ആ പാട്ടിന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ എനിക്ക് പറ്റണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
musical vibe. ഓ ഇതാരാ ഭയങ്കര ഒരു ടീച്ചർ പോലെ ഉണ്ട് അതെ, അല്ലേ? ഗെറ്റപ്പ് ചേഞ്ചുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ടീച്ചറായിരുന്നു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആഹാ ആഹാ. പക്ഷെ ഇപ്പൊ ഒരു മ്യൂസിക് ടീച്ചറുടെ ഒരു ലുക്ക് ഉണ്ട്. ഏതാണ് പാടണേ? ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ട്. ആഹാ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. സൗന്ദര്യ സങ്കല്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ. മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ. ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ. അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ. ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ ഞാനറിയാതെന്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ. ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. 700 വർണ്ണങ്ങളാലെത്ര വാർമഴവില്ലുകൾ തീർത്തു. 700 വർണ്ണങ്ങളാലെത്ര അങ്ങനെയല്ല, വർണ്ണങ്ങളാലെത്ര വാർമഴവില്ലുകൾ തീർത്തു. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു, മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. Musical vibe. Mega finally. ചേച്ചിമാരെ Musical vibe. Mega finally. അങ്ങനെ വീണ്ടും ശ്രുതി എസ് ബാബു നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. താങ്ക് യു. ശ്രുതി ഇപ്പോ 2ാം തവണയാണ് അല്ലേ? മൂന്നാമത്തെ. 3ാം തവണ.
പക്ഷേ കഴിഞ്ഞ 2 തവണ നമുക്ക് ചെയറിലിരിക്കാൻ പറ്റില്ല. ആ ഒരു ഭാഗ്യം ഈ പ്രാവശ്യം കിട്ടട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി, ഐശ്വര്യമുള്ള ഒരു ഗാനം, ഐശ്വര്യമായിട്ട് പാടി, ഐശ്വര്യമായിട്ടുണ്ട് കാണാനും. താങ്ക് യു ചേച്ചി. ക്ലാസിക്കൽ പഠിക്കുന്നതിന്റെയും പഠിച്ചതിന്റെയും ഒക്കെ ഒരു സത്ത് അതിനകത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. കോൺഫിഡൻസ്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. അത് ശരിക്കും ആ ഗുരുത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, മുന്നോട്ട് 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 പോട്ടെ. ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചി, എന്ത് രസമുള്ള പാട്ട്, എന്ത് രസമുള്ള വരികൾ. മോള് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഇങ്ങനെ ആ ഒരു പടം ഇങ്ങനെ ബാക്കിൽ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെയാണ് തോന്നിയത്. എനിക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട്. ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമികളെ നേരിട്ട് കാണാനും സ്വാമിയുടെ മുന്നിൽ ഇരുന്ന് പാടാനും ഒക്കെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മഹാഭാഗ്യമാണ്. ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. സ്വാമിയുടെ പാട്ടെടുത്ത് ഇവിടെ പാടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. മോൾ ആ പാടിയതും ഒക്കെ മനസ്സ് നിറഞ്ഞിട്ടാണ്. അതാണ് ഇന്നിപ്പോ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ശ്രുതി തെളിയിച്ചത്. അതിമനോഹരം മോളെ. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാറ്റുലേഷൻ. ചേച്ചി. ഗായത്രി, ശ്രുതി ചേച്ചി, ഇന്ന് ആകെ ഒരു സ്റ്റാർ ആണ്. ഫുൾ എല്ലാ രീതിയിലും ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കാണാനും സോ പ്രിട്ടി, ആകെ ഗോൾഡൻ ഓറ, സിംഗിങ്ങിൽ അതിലും വലിയ ഓറ. ആദ്യം തന്നെ താങ്ക്സ് ഫോർ സിംഗിങ് ദിസ് സോങ്. ശരിക്കും അത്രയ്ക്ക് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ഗൂസ് ബംസ് എന്ന് പറയുമല്ലോ, എൻ്റെ രോമങ്ങൾ ഇങ്ങനെ എണീറ്റ് നിന്നു. രോംടേ ഖടേ ഹോഗേ എന്നുള്ള എക്സ്പ്രഷനായിരുന്നു ശരിക്കും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു പെർഫോമൻസ്. അപ്പം മോർ പവർ ടു യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ശ്രുതിനെ കാണുമ്പോഴേ ഇന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈ പാട്ടും കൂടെ പാടിയപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു 4 വരിയുണ്ട്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. അയ്യോ, ശ്രുതി, ഇനി എന്ത് വേണം? ചേച്ചി. അപ്പൊ ആ ഗോൾഡൻ ബസ് നേടി. ഇനിയിപ്പോ നമ്മൾ കാത്തിരിക്കുന്നത് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം നമുക്ക് ആ ഭാഗ്യം കിട്ടിയതിലൊക്കെ സന്തോഷമാണ്. ഇവരുടെ ഈ കമന്റ്സ് കേൾക്കുമ്പോൾ മനസ്സ് നിറയും. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ആ കൂട്ടത്തിൽ ആ ഗോൾഡൻ ചെയറും കൂടി കിട്ടിയ ഇരട്ടി സന്തോഷമായിരിക്കും. അപ്പോ ഇരട്ടി മധുരമാവട്ടെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഡ്ജസ്, യെസ്, അടുത്ത മത്സരാർത്ഥിക്ക് ആ മത്സരാർത്ഥിയുടെ ഹസ്ബൻഡിനെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. ഈ ഒരു മത്സരാർത്ഥിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആ മത്സരാർത്ഥിയുടെ വീട് തൃശ്ശൂരാണെങ്കിലും ഭർത്താവിന്റെ വീട് പാലക്കാടാണ്. അതുകൊണ്ട് പാലക്കാടുകാരി എന്ന് പറയുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത്രയും ഇഷ്ടമാണ് ഹസ്ബൻഡിന്. അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റൊമാൻറ്റിക് സോങ് റൗണ്ടുമായിട്ടാണ് നമ്മുടെ ആ മത്സരാർത്ഥി വരുന്നത്. ആരാണ് മത്സരാർത്ഥി? ഞങ്ങൾ പറയണോ? പറഞ്ഞോ. ആതിര. ലെറ്റ്സ് വെൽക്കം ആതിര രജീഷ്. ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്ന റൗണ്ട് റൊമാൻറ്റിക് സോങ് റൗണ്ടാണ്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ട് എന്നിട്ടും എന്ന് പറയുന്ന സിനിമയിലെ 100 ആശകൾ എന്ന് പറയുന്ന പാട്ടാണ്. ചിത്ര ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. ജാസി ഗിഫ്റ്റ് സാറാണ് മ്യൂസിക് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആതിര, എന്തോ റൊമാൻറ്റിക് സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. അപ്പൊ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആണല്ലോ. അതെ, അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ പാലക്കാടുകാരിയാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ആതിര, ഓൾ ദി ബെസ്റ്റ്. ഏതാണ് പാട്ട്? 100 ആശകൾ. ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഐ കോണ്ടാക്ട് ഒക്കെ വെച്ച് തകർത്തോളൂ കേട്ടോ. ഗോൾഡൻ ബസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ആതിര, ഗോൾഡൻ ബസറൊക്കെ കിട്ടി സന്തോഷമായി നിൽക്കല്ലേ? എനിക്ക് ഈ മൊത്തത്തിൽ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള സെറ്റപ്പ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡാൻസേഴ്സ് ആണെങ്കിൽ അതിമനോഹരം. 1.5. അപ്പൊ ഞാനൊരു 4 വരി ആതിരയ്ക്കും രജീഷിനും വേണ്ടി. ഡാൻസേഴ്സിനും അവര് ഇത്ര കഷ്ടപ്പെട്ടവരാ. എന്നാ പിന്നെ രജീഷിനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ചെല്ലു. வசீகரா என் நெஞ்சிலுக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜன்மங்களின் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சிலுக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் உன் கண்ணுறங்க உன் ஜன்மங்களின் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே. ஏங்குகிறேன் உன் நினைவால் நானே நான். ഡാൻസേഴ്സ് എന്താണ് ഗംഭീരം, സൂപ്പർ. പിണങ്ങണ്ട. സഹജം. അതെ, ഇതിപ്പോ അവരെല്ലാരും റൊമാൻസ് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ കപ്പിളില്ലാത്തോണ്ടാണല്ലോ. അതാണ്. കാനഡയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് കുഴപ്പമില്ല, അത് വഴിയെ നോക്കാം. നടന്നു തന്നെ. ശരി, എന്തായാലും ഇവരുടെ പെർഫോമൻസ് കലക്കി, ഉഗ്രൻ. ആതിര, ഇതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച ആ തിരിച്ചുവരവ്. കലക്കി. പിന്നെ ഡാൻസേഴ്സ് ആസ് യൂഷ്വൽ നിങ്ങൾ എല്ലാവരും നമ്മളെ വീണ്ടും ഞെട്ടിച്ചോണ്ടിരിക്കുന്നു. അടിപൊളി. ഇവരുടെ കണ്ണിലൊക്കെയുള്ള ഡാൻസ് കളിക്കുമ്പോൾ ഒരു ശരിക്കും കണ്ടു നിന്നപ്പോ ഞാൻ വെച്ചു ഇവര് പ്രണയിക്കാന്ന്. സത്യം. തോന്നിപ്പോയി. സാധാരണ നമ്മുടെ എല്ലാ ഡാൻസ് കഴിഞ്ഞാലും ഡാൻസേഴ്സ് അങ്ങ് പോവും. ഇത് അവരവിടെ നിക്കാണ്. അവർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല, അവരാ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു അല്ലെ മക്കളെ? എനിക്ക് അതുകൊണ്ട് എനിക്കൊന്ന് കഥാപാത്രമായിട്ട് ജീവിക്കണം തോന്നിപ്പോയി. അപ്പൊ ഡാൻസേഴ്സ് താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഞാൻ നിൽക്കാം. ആതിര 3 പ്രാവശ്യം ഡേഞ്ചർ സോണിലെത്തി. നമ്മൾ വീണ്ടും പറഞ്ഞു ഇനി അകത്തേക്ക് കാണരുത് അല്ലേ, നമുക്ക് ഗോൾഡൻ ബസർ അടിക്കണം എന്ന് പറഞ്ഞ അവസാനത നേടിയെടുത്തിരിക്കുന്നു ഗോൾഡൻ ബസർ. ഇപ്പോഴും വിശ്വാസമായില്ല. അതെ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കണക്ക് കൂട്ടൽ ഇപ്പൊ തെറ്റിയോ കണക്ക് ടീച്ചറെ? പണ്ട് ഗോൾഡൻ ബസർ നേടണം എന്ന് വിചാരിച്ചോടത്ത് നമുക്ക് നേടാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് കിട്ടി അല്ലേ? ഹാപ്പി ആയല്ലോ. അപ്പൊ എന്തായാലും ആദ്യത്തെ പ്രകടനം ഉണ്ടല്ലോ, രജീഷ് ആണെങ്കിൽ ഈ ഗോൾഡൻ ബസർ കിട്ടിയതിന്റെ സന്തോഷത്തില്, ആ സന്തോഷമായിരുന്നു ആ ഫസ്റ്റില് കാണിച്ച ഡാൻസിന്റെ സ്റ്റെപ്സ് ഒക്കെ. രജീഷ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ആ സന്തോഷത്തില് വന്നതാ. അല്ല, ശരിക്കും നല്ല താളമുണ്ട്. നല്ല താളബോധത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റെപ്സ് ഒക്കെ മാറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും ആലോചിച്ചു, അയ്യോ ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. പിന്നെ നിന്നു. ഞാൻ വിചാരിച്ചു ആശ ചേച്ചി എന്നോട് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പക്ഷെ നന്നായി ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പോ കമന്റ്സ് കേൾക്കാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ അതോ അവിടെ ഇരുന്ന് സമാധാനത്തിൽ കേൾക്കാനാണോ ആഗ്രഹം? സമാധാനത്തിൽ കേൾക്കാം. ഓക്കെ, ശരി, താങ്ക് യു. ആതിര, എന്തോ ഇത് കണ്ടോണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ആതിര ഗോൾഡൻ ബസർ നേടുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. സന്തോഷമായില്ലേ? ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ഗായത്രി, ആതിര ഇന്ന് ആകെ ഒരു എന്താ പറയാ, ഒരു ഡീവ ലുക്കാണല്ലോ മൊത്തം. ആ കോസ്റ്റ്യൂം തന്നെ നമ്മളെ കയ്യിലെടുത്തു അല്ലെ? പ്രോപ്പർ ഡിസ്കോ ക്വീൻ, ഒരു ഡീവ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മുടിയൊക്കെ എന്താ രസം. നല്ല എന്താണ് ഈ മുടിയുടെ രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എനിക്ക് അസൂയാവണു മുടി കണ്ടിട്ട്. ബ്യൂട്ടിഫുൾ യു ലുക്കിംഗ്. നല്ല രസമുണ്ട്. ഈ ഡ്രസ്സും ഈ കളറും ഒക്കെ നല്ല ചേർച്ചയുണ്ട്. പിന്നെ വന്നങ്ങ് ശരിക്കും അങ്ങ് ചിൽഡ് ഔട്ട് ആയിട്ട് പാടിട്ടോ. ശരിക്കും ഓരോ വേർഡും മോളിന്ന് എൻജോയ് ചെയ്തിട്ടാ പാടിയത്. അതിൽ ചില സമയത്ത് ഒരു വെസ്റ്റേൺ ഇൻഫ്ലെക്ഷൻസ് ഒക്കെ ഇട്ടപ്പോൾ ഞാനും മഞ്ജരി ഇങ്ങനെ
അരെ വാ എന്നിങ്ങനെ നോക്കായിരുന്നു. അപ്പം റിയലി കമൻഡബിൾ പെർഫോമൻസ്. പിന്നെ രജീഷിന് എൻ്റെ വക സ്പെഷ്യൽ സല്യൂട്ട്. നിങ്ങളൊരു ഗോൾഡൻ കപ്പിൾ തന്നെയാണ്. അത്ര ക്യൂട്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഡാൻസ് ഇൻട്രാക്ഷനും ഒക്കെ കൂടി. ഞാൻ ആകെ അങ്ങ് ഇമോഷണൽ ആയിപ്പോയി നിങ്ങളുടെ റൊമാൻസ് എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഓവറോൾ ലവ്ലി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. സൂപ്പർ. മഞ്ജരി, ഇനി എന്ത് പറയണം ആതിര, എന്റെ ഹൃദയം ആതിര അങ്ങ് കൊണ്ടുപോയി. മനോഹര കുറച്ചുകൂടെ തരാമോ? കുറച്ചു തിരിച്ചു തരാം. തിരിച്ചു തരാമോ? എനിക്കുണ്ടല്ലോ ആതിരയുടെ ഫാമിലി എല്ലാരും കൂടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇവിടെ ഒരു ഏതായിരുന്നു പാട്ട്? മാതം പുലരുമ്പോ ഇതിലെ സുന്ദര സുന്ദര കില്ലാടിയിലെ ഒരു പാട്ട്. ഞാൻ അന്ന് നോട്ട് ചെയ്തൊരു ഫാമിലിയാണ് ശരിക്കും. ഈ ഒരു ഫാമിലി തന്നെ ഈ ഒരു വേദിയിൽ നമുക്കൊരു മുത്താണെന്ന് പറയണം. ആതിരയുടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരെയും. ആതിരയുടെ സപ്പോർട്ടും ഇവരാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. കാരണം ചിരിച്ച മുഖമാണ് എപ്പോഴും. ഡേഞ്ചർ സോണിലായാലും കാര്യമില്ല, മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അത്രയും അവർ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലിയാണ് ആതിരനെ. അതുകൊണ്ട് തന്നെയാണ് ആതിരയ്ക്ക് ഇങ്ങനെ ഒരു എത്രയൊക്കെ ശരിക്കും ആതിരയുടെ ഒരു ലൈഫ് നോക്കണം. ഈ മ്യൂസിക്കൽ വൈഫിന്റെ ഈ വേദിയിൽ പല പല ഘട്ടങ്ങൾ തരണം ചെയ്ത് ഡേഞ്ചർ സോണിൽ പോയി വളരെ കുറച്ച് മാർക്ക് കിട്ടി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം നേരെ ചെന്നെത്തിയത് ഗോൾഡൻ ബസറില്. അപ്പൊ അതാണ് ആ ഒരു ഹാർഡ് വർക്കും ഫാമിലിയുടെ സപ്പോർട്ടും. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ട് കൂടെ. ഇനിയും നന്നായിട്ട് പാടാൻ പറ്റട്ടെ. പിന്നെ ആതിര നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു. ആള് ലീവൊക്കെ എടുത്ത് പാട്ടിന് വേണ്ടി ഷോയ്ക്ക് വേണ്ടിട്ട് നിക്കുവാണ് ആള്. കണ്ടോ? കുട്ടികൾ കാത്തിരിക്കുവോ അവിടെ? അതിന്റെ ഗുണം കണ്ടോ? അതെ, കുട്ടികളോട് പറഞ്ഞോ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാരും കാത്തിരിക്കും. ദിവസം ലീവ് എടുക്കാനായിട്ട് പറ്റണില്ല. ഓക്കെ. പിന്നെ മറ്റേ കാര്യം പറഞ്ഞില്ലേ? ഡെയിനെ ശരിക്കും എല്ലാം പഠിപ്പിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒന്നും പഠിച്ചെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ചേച്ചി ആതിരക്കുട്ടി ശരിക്കും പറഞ്ഞ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവണ പെർഫോമൻസ് ആയിരുന്നു. എന്ത് രസമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഗ്രേസ് ആയിരുന്നു. നടുക്ക് നിന്ന് ഇങ്ങനെ പാടുന്നത് കാണാനും കേൾക്കാനും. പ്രത്യേകിച്ച് ഡാൻസേഴ്സും എല്ലാം നിന്നിട്ട് ശരിക്കും റൊമാൻറ്റിക് റൗണ്ട് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് പെർഫോമൻസ് ഇഷ്ടമായി. അതിൽ ഏറ്റവും മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മോളുടെ പെർഫോമൻസ് ആണ്. എന്ത് രസമായിരുന്നു എന്നറിയാം. അത് മാത്രമല്ല അദ്ദേഹം കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആ ഒരു റൗണ്ടിന് 100% ജസ്റ്റിസ് ആയി എന്ന് പറയാം. പൂർണ്ണത വന്നു, റൊമാൻസിന് പൂർണ്ണത വന്നു എന്ന് പറയാം. കൺഗ്രാറ്റ്സ് കേട്ടോ മോളെ, ഗംഭീരമായിട്ട് പാടി. ഈ റൊമാൻസ് ഇങ്ങനെ നിൽക്കാണ് എപ്പോഴും. അത്ര രസം ഉണ്ടായിരുന്നു. അപ്പൊ ആതിര, അങ്ങനെ നമ്മൾ കാത്ത് നമുക്ക് ആ ഗോൾഡൻ ബസർ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി അപ്പോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ കാത്തിരിക്കണം. ആ ഗോൾഡൻ സൈഡിൽ ഇരിക്കാനുള്ള ആ ഭാഗ്യം നമ്മുടെ കൂടെ ഈ ഒരാഴ്ച ഉണ്ടോ എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ കാത്തിരിക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഈ ഒരാഴ്ച തന്നെ നമുക്ക് ആ ഗോൾഡൻ സൈഡിൽ ഇരിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസിനുള്ള സമയമാണ്. നമ്മുടെ മത്സരമൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഒരു ഡാൻസ് പെർഫോമൻസ് ആയാലോ ആശ ചേച്ചി? ഗുഡ് ഐഡിയ. ആശ ചേച്ചിക്ക് വേണ്ടി മാത്രം. ഗുഡ് ഐഡിയ. റെസ്റ്റ് ചെയ്യട്ടെ കുറച്ചു നേരം. റെസ്റ്റ് ഈ ഡാൻസ് നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഈ മ്യൂസിക്കൽ വൈഫ് പോലെ ഡാൻസിങ് വൈഫ്സ് വരും. വെയിറ്റ് ഫോർ ദാറ്റ്. കാത്തിരിക്കുക, ഭാര്യമാർ കാത്തിരിക്കുക. നൃത്തം ചെയ്യുന്ന സുന്ദരികളായിട്ടുള്ള, നൃത്തം പഠിച്ചിട്ടുള്ള, ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാർക്കും ഈ ഒരു വേദി ഒരുങ്ങും. സോ ഗെറ്റ് റെഡി. ആ ഷോ ഞാൻ തന്നെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലേ ആശ ചേച്ചി? ഡെയിനെ വിട്ടിട്ടൊരു കളിയില്ല. ഓക്കെ. ഒരു ഡുവോ കോംബോ അത് വേണോ മോനെ? കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്കൊരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് കാണാം അല്ലേ? തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം നീതു കൃഷ്ണ ആൻഡ് ടീം. प्रणवामृतवारी परिपालय परमेशी कमलालय श्रीदेवी अभयाम्बिका करुणाम्बुराशी धीं तारा धीं धीं तारा चडुलमाय गानमाय नडनमाय निरयणे नामशरङ्गळिल ओदुम्मो प्राणङ्गळिन दिव्यपादांशु शरणं नी
जननी नादविमोहिनी भुवन पालिनी ये अनाथ रक्षकनी जनिकारकी त्रिपुर मनोहरिये നിരന്തരം വീഴുക വിസുപോലഗ്നിയിൽ ഏതോ പാദങ്ങളിൽ നിർമാല്യമായി വീണുമായുന്നിതോ മുഖമായി ദേഹമിതോ കോവിലുപോൽ പാവനമെന്നാൽ വാനരരോ തീരിയിടും തൂമലർമാല യുഗശതമായി തലമുറകൾ നീരുമിതാളയ്ക്കുമോ നീ വരദേ ധീം താന ധീം ധീം താന ചടുലമായി ഗാനമായി നടനമായി നിറയണേ നാമശതങ്ങളിൽ ഒതുങ്ങുമോ പ്രാണങ്ങൾ ദിവ്യപാദാംശു ശരണം നീ ജനനി നാദവിമോഹിനി ഭുവന പാലിനി അനാഥ രക്ഷകനി ജനികാരകി ത്രിപുര മനോഹരിയേ ഹലോ മക്കളെ, എന്ത് രസമായിരുന്നെന്നറിയോ? എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടവും ഒക്കെ വന്നിട്ടുള്ള ഒരു നിമിഷമാണ്. മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. വളരെ നന്നായിട്ട് കളിച്ചു. ഞാൻ നീത്തുവിലേക്ക് വരുന്ന മുന്നേ ഇവരുടെ അടുത്തെന്ന് പറയട്ടെ, ഇവരൊക്കെ സാധാരണ സെമി ക്ലാസിക്കൽസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവർ ഒട്ടുമിക്ക ഡാൻസിനും പെർഫോം ചെയ്യുന്ന ഡാൻസസ് ആണ് ഇവിടെ. പക്ഷെ നിങ്ങൾക്കൊക്കെ ക്ലാസിക്കലും പറ്റും, സെമി ക്ലാസിക്കലും പറ്റും. നിങ്ങൾ പ്രൂവ് ചെയ്തതിൽ വളരെ സന്തോഷം. ഇനിയൊരു റിക്വസ്റ്റുള്ള, നിങ്ങളെല്ലാവരും ക്ലാസിക്കൽ കുറച്ചെങ്കിലും പഠിക്കണം. പഠിക്കാണ്ട് നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര രസമായിട്ട് ചെയ്യാൻ പറ്റും. അതിമനോഹരമായിരുന്നു കേട്ടോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഓൾ. മോളെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. നീത്തുവിനെ ആദ്യമായിട്ടാണ് മോളുടെ ഡാൻസ് കാണുന്നത്. നല്ല നർത്തകീ ലക്ഷണമുള്ള ഒരു കുട്ടി, നല്ല രസമായിട്ട് ചെയ്തു. നല്ല പോസ്റ്റേഴ്സും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ജഡ്ജ്മെൻ്റ് അല്ല, വളരെ രസമായിരുന്നു. ഞാനിങ്ങനെ ഫുൾ ഒരു പ്രോഗ്രാം കാണുന്ന രീതിയിൽ, ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് കാണുന്ന രീതിയിലാണ് മോളുടെ ഡാൻസ് കണ്ടത്. അപ്പോൾ കമ്മപ്പ് വലിയ വലിയ ലെവലിലെത്തട്ടെ, ഒരുപാട് വേദികളിൽ മോളുടെ ഡാൻസ് കാണാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ നമ്മുടെ ഈ മത്സരം നല്ല ആവേശകരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇതുവരെ 10 പേര് ഇപ്പോൾ മത്സരിച്ചു. ആ 10 പേരിൽ ആരും തന്നെ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീക്ക് എലിമിനേഷൻ ഇല്ലാത്തൊരു വീക്ക് ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെയോ? നോക്കാം. ഉണ്ടല്ലോ 2 പേരുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ 2 പേരിലെ ഒരാളിനെ വേണമെങ്കിൽ നമുക്കിപ്പോ മത്സരിക്കാനായിട്ട് വിളിക്കാം അല്ലേ? അതെ. അപ്പൊ അടുത്ത മത്സരാർത്ഥി സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ശ്രീനാഥ്. ഞങ്ങളെ കോമ്പറ്റീഷൻ ഇപ്പോൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശം എല്ലാവരും കാണുന്നുണ്ട്. ഏതായാലും ഈ വീക്കിൽ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് റൊമാൻറ്റിക് സോങ് റൗണ്ടാണ്.
അതിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പാട്ട് ബനാറസ് എന്ന മൂവിയിലെ ചാന്ത് തൊട്ടില്ലേ ചന്ദനം തൊട്ടില്ലേ എന്ന സോങ് ആണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വേദിയിൽ കാണാം. Musical vibe. Hey, mega finally. കഴിഞ്ഞ മുൻപത്തെ ആഴ്ച നമ്മൾ ഗോൾഡൻ സീറ്റിൽ ഇരുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമിക്കാം. ഏത് റൗണ്ടിലാണ് ഇപ്പൊ പെർഫോം ചെയ്യാൻ പോകുന്നത്? റൊമാൻറ്റിക് സോങ് റൗണ്ട്. ഓക്കെ, ഏതാണ് ആ റൊമാൻറ്റിക് സോങ്? ചാന്ത് തൊട്ടില്ലേ ചന്ദനം തൊട്ടില്ലേ. ഓക്കെ, ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നില്ല. അതാണ് ഒരു സങ്കടം. റൊമാൻറ്റിക് റൗണ്ടിലെങ്കിലും ഹസ്ബൻഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ബാക്കിയെല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്. ബാക്കിയുള്ളവർ റൊമാൻറ്റിക് റൗണ്ട് അല്ലേ ഇത്? അത് ശരിയാണ്. അമ്മയുടെ മുഖത്ത് നോക്കി റൊമാൻറ്റിക് പാട്ട് പാടാൻ പറ്റും. പാട്ടിലുണ്ടായാ പോരെ. മനസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ മനസ്സിലാലോചിച്ച് നന്നായി പാട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. मुझसे लेना लगाए मोरे शाम रसिया, मुझसे लेना लगाए मोरे शाम रसिया, लेना लगाए मोरे लेना लगाए मोसे, लेना लगाए मोरे बिंदिया ना बाए, मुझसे लेना लगाए मोरे शाम रसिया, मुझसे लेना. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ, ചാന്ത് തൊട്ടില്ലേ. പാടുമോ പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ, ചാന്ത് തൊട്ടില്ലേ. झनन झनन पायल भजन, झनन झनन पायल भजन, झनन 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 झनन. ओ स्नेह सान्ध्य रागम, स्नेह सान्ध्य रागम कविल कुम्बिले തേൻ തിരഞ്ഞിതാ വരും ആദ്യരാത്രിയിൽ ഘനശയ്യയിലെന്റെ ഇതൾ പെയ്തു വസന്തം. ഒരു പ്രണയ ശിശിരമുരുകി മനസ്സിലൊഴുകുമാദ്യമായി, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ, ചാന്ത് തൊട്ടില്ലേ. പ്രിയനൊരാൾ ഇന്നു വന്നുവോ ആ Amazing. Musical vibe. Hey, mega finally. ശ്രീകുട്ടി എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മുടെ ഡാൻസേഴ്സും കോറസും ഓർക്കസ്ട്രയും ശ്രീകുട്ടി എല്ലാം കൂടി നമുക്ക് തന്നത്. താങ്ക് യു ചേട്ടാ. ഈ പാട്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി. ശ്രീകുട്ടി ചേച്ചി അസലായി പാടി. താങ്ക് യു ചേച്ചി.
താങ്ക് യു. ശരിക്കും ഇതിൽ ശ്രീകുട്ടിയുടെ വോയിസ് ത്രൂ ഔട്ട് ദ സോങ് ഒരേ ടോണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. എവിടെയും തളർന്നു പോയതായിട്ട് തോന്നിയില്ല. അസലായിട്ട് അത് ക്ലിയർ ആയിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭംഗിയായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല ഡാൻസേഴ്സിന്റെ കൂടെയൊക്കെ എനിക്കൊന്ന് ശ്രീകുട്ടി അവരൊക്കെ അതാണ് ഒരു വിഷമം. ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഡാൻസ് ചെയ്തില്ല എന്നുള്ള കുറവില്ലേ, ഡാൻസേഴ്സ് തീർത്തു. അതെ അതെ, അവർ നല്ലൊരു ചെയ്തു. അല്ല, അങ്ങനെ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം അവർ തന്നിട്ടില്ല. അത്ര രസമുണ്ട്. അവർക്ക് ഡാൻസ് കളിക്കാനുള്ള രീതിയിൽ പാട്ട് പാടി കൊടുത്തു. അതാണ്. നല്ല മിന്നി തിളങ്ങി ഡാൻസേഴ്സിന്റെ കൂടെ സൂപ്പറായിരുന്നു. ശരിക്കും ആശ ചേച്ചി പറഞ്ഞതുപോലെ ശ്രീകുട്ടി ഡാൻസ് ചെയ്തില്ല എന്നുള്ളത് തോന്നിയില്ല. സത്യം. കാരണം അവര് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. അതിന്റെ കൂട്ടത്തില് ശരിക്കും ഇതാണ് പാട്ട് ഗംഭീരമായിട്ട് പാടുമ്പോഴത്തേക്ക് പാട്ടിന് ഒരു ഡാൻസിന്റെ ഫീല് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഒരു ഫീല് വരും. അതെ, അസലായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇതാണ്. അപ്പം ജയചന്ദ്രൻ സാർ നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു നല്ല മുത്ത് ഞങ്ങൾക്ക് തന്നതിൽ താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജരി. ഗായത്രി, ഞാൻ ചോദിക്കട്ടെ, ഈ റൊമാൻറ്റിക് സോങ് റൗണ്ട് ആയിരുന്നു, അപ്പൊ അതിൽ റൊമാൻസ് കൊണ്ടുവരാൻ പറ്റിയോ ശ്രീകുട്ടിക്ക്? പറ്റി. താങ്ക് യു ചേച്ചി. റൊമാൻറ്റിക് സോങ് വളരെ ഹാപ്പി ആയിട്ട് അവതരിപ്പിച്ചു. അതാണ് അതിന്റെ വിജയം. താങ്ക് യു ചേച്ചി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ ഒരു കംപ്ലീറ്റ് പ്രസന്റേഷൻ നോക്കുമ്പോൾ അതിന്റെ എല്ലാ എലിമെന്റ്സും വളരെ ഭംഗിയായി കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ ആകെക്കൂടി എന്താ പറയാ, എല്ലാവരുടെ ഡാൻസും പാട്ടെല്ലാം കൂടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഫുൾ ഒരു സെലിബ്രേറ്ററി അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഇവിടെ. വളരെ നന്നായി പാടിയിട്ടുണ്ടോ, ഭയങ്കര റിയലി. ആൻഡ് യു ആർ എൻ എക്സ്ട്രോർഡിനറി സിംഗർ. അപ്പോൾ വോയിസിനുള്ള ഫ്ലെക്സിബിലിറ്റി, വോക്കൽ കോർഡ്സിന്റെ ഫ്ലെക്സിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അമേസിംഗ് പെർഫോമൻസ്. സൂപ്പർ. ശ്രീകുട്ടി ചേച്ചി, ഇതൊരു റൊമാൻറ്റിക് സോങ് ആണോ എന്നുള്ളൊരു സംശയം പോലെ. പക്ഷെ ഒരു ഹാപ്പി സോങ്ങില് ഒരു ഹാപ്പിനെസ് ഉള്ളിടത്താണ് പ്രണയം ഉണ്ടാവുക. അതെ, സന്തോഷമുള്ളിടത്താണ് പ്രണയം ഉണ്ടാവുക. ആ സന്തോഷം നമുക്ക് എല്ലാവരിലേക്കും പകരാൻ മോൾക്ക് പറ്റി എന്നുള്ളതാണ്. താങ്ക് യു ചേച്ചി. നമ്മളെല്ലാവരും പ്രണയിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് പാട്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് പാടി. സൂപ്പർ ഡിയർ. കൺഗ്രാറ്റുലേഷൻസ് സോ മച്ച്. ശ്രീകുട്ടി, നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്ത് പറഞ്ഞു നമുക്ക് ടെൻഷൻ അടിക്കാം? അറിയില്ല, ടെൻഷൻ അടിപ്പിക്കാലോ എന്തായാലും, അത് നിർബന്ധമാണല്ലോ. ശ്രീകുട്ടി, ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യമല്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസ് നേടാൻ സാധിച്ചില്ല, ഈ പ്രാവശ്യം കിട്ടിയില്ല. പക്ഷെ ഈ പ്രാവശ്യം സേഫ് ആകാനുള്ള പാട്ടൊക്കെ പാടിയില്ലേ? പാടിയിട്ടുണ്ടെന്നാണ് കമന്റ്സ് കേട്ടിട്ട് സേഫ് ആകുമെന്നാണ് തോന്നുന്നത് അല്ലേ? തോന്നുന്നു. എന്നാ ശ്രീകുട്ടി ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഈ പാട്ടെല്ലാം ഹാപ്പി ആയിട്ടല്ലേ പാടിയേ, ഇതേ പാട്ട് സാഡ് ആയിട്ട് പാടും. ഒരു ചലഞ്ച്, ഇതേ പാട്ട് സങ്കടായിട്ട് പാടും. ഇമോഷൻ ഒന്ന് മാറ്റി. അവര് മ്യൂസിക് ഇട്ടരും, ഇതേ മ്യൂസിക്കിൽ തന്നെ പാടണം. ഇതാണ് ചലഞ്ച്. ഇത് ചലഞ്ച് ജയിച്ചാല് ഡേഞ്ചർ സോണോ സേഫോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങളൊന്നുമില്ല. അതെ, കുട്ടിയുടെ ചിരിയൊക്കെ നിന്നു. കുട്ടി പെട്ടെന്ന് സീരിയസ് ആയി ക്യാരക്ടറിലോട്ട് വന്നു. ശ്രീകുട്ടി, ഇമാജിനേഷൻ, അതായത് ഞാൻ പണ്ട് പ്രണയിച്ച് നടന്ന സമയത്തുള്ള പാട്ടാണ്. ആ വ്യക്തി എന്നെ വിട്ടുപോയി, അപ്പോൾ ഞാൻ ഈ പാട്ട് ഓർക്കാണ്. അതാണ് അതിന്റെ ഒരു ജിസ്റ്റ് നമുക്ക് ഉള്ളിൽ തോന്നേണ്ടത്. ഇതേ പാട്ട് തന്നെ നമ്മൾ ചിരിച്ചു പാടുമ്പോൾ പെട്ടെന്നൊരു വിഷമം വരില്ലേ, ആ വിഷമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് രൗദ്രഭാവത്തിൽ പാടാൻ പറയാം. ഇല്ല, ഇത് തീരുമാനത്തിന് ഇതിന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത പ്രാവശ്യം. തന്നെ കൊല്ലുന്നല്ലേ ചേച്ചി. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ. ചാന്ത് തൊട്ടില്ലേ. ഇതിലും ഏതാ ഡേഞ്ചർ സോൺ ആണ്. ഇമോഷണലായി പോയി പെട്ടെന്ന്. ഞാൻ ആ പോയ ആള് രക്ഷപ്പെട്ടു പോയതാണല്ലോ എന്ന് പെട്ടെന്ന് ആലോചിച്ചു പോയി. എന്നാ ഇനി റിസൾട്ട് അറിയണ്ടേ? അതെ, അപ്പൊ എന്തായാലും ട്രൈ ചെയ്തു. പിന്നെ പെട്ടെന്ന് റിസൾട്ട് പറയാം. അതെ, ശ്രീകുട്ടി, യു ആർ സേഫ്. അപ്പോ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് വരിക അടുത്ത റൗണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ ആശേച്ചി വന്നതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർണമെന്റ്സുകളൊക്കെ ആശേച്ചി തരുന്നുണ്ട്. ഈ ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തന്ന് പാവത്തിനിട ഒരു മാല പോലും ഇല്ലാതെയായല്ലോ.
അത് ശരിയാണല്ലോ. നിങ്ങൾ രണ്ട് വലിയ മാല എടുത്തിട്ടു അല്ലേ ആശ ചേച്ചിയുടെ? ആ രണ്ട് മാല ആശ ചേച്ചിയുടെ അല്ലേ? ഇത് സത്യം പറയണം രണ്ടും ആശ ചേച്ചിയുടെ അല്ലേ? കമ്മലും. ഗായത്രി, എല്ലാം തന്നെ ആശ ചേച്ചിയുടെയാണ്. എന്നിട്ട് ആശ ചേച്ചി കണ്ടോ നിങ്ങൾക്ക് വേണ്ടി ആളുടെ ആശ ആഭരണങ്ങളൊക്കെ ചേച്ചി ഊരിത്തന്ന്. ഇതെടുത്ത് തന്നതാ. ആ. ഇത് സലീമേട്ടൻ പണ്ട് ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞില്ലേ, പുള്ളി ക്യാൻറ്റീൻ നടത്തുമ്പോ എല്ലാരും നിങ്ങൾ വന്ന് കഴിക്കൂ കഴിക്കൂ, നിങ്ങക്ക് വേണ്ട, ഞാനിതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ പോലെ. ആശ ചേച്ചിക്ക് ഇത് വേണ്ട, പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? അതെ, എന്തിനാ പൊട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മാലകളാണ് കേട്ടോ. അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. എവിടെ? തൃശ്ശൂർ തന്നെയാണോ? അല്ലല്ല, വേറെ നാടാ. വേറെ നാടാണ്. കണ്ടെത്തണം ഏതാണ് നാടെന്ന്, കണ്ടെത്തിയിട്ട് അറിയിക്കാം. ഉടനെ കണ്ടെത്താൻ സാധിക്കട്ടെ. അഞ്ജലി വിട്ടില്ലല്ലേ? ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥി വിളിച്ചാലോ? വിളിക്കും. അടുത്ത മത്സരാർത്ഥി ഇതേ പാടാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ മത്സരാർത്ഥി നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഇന്നത്തെ റൗണ്ട് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ്. ഇതിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആരോ എന്ന് പറയുന്ന ചിത്രമ്മ പാടി ഹിറ്റാക്കിയ പാട്ടാണ്. ഇതിൻ്റെ മ്യൂസിക് ഔസേപ്പച്ചൻ സാറാണ്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ സേഫ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ റൗണ്ടിലും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Musical vibe. Hey, mega finally. ആതിര, സാരിയാണ് വേറെ ലുക്ക് അല്ലേ? എല്ലാരും വെവ്വേറെ ലുക്കിലാ വരുന്നത്. ഈ സാരി കല്യാണ സാരി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയാണോ? അല്ല, സാധാരണ ഒരു സാരിയാണ് അല്ലേ? ശരി, അപ്പൊ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടിലാണ് പാടാൻ വന്നിരിക്കുന്നത്. ആരാണ് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ഔസേപ്പച്ചൻ സാർ. ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അടിച്ചു വിളിക്കാം. താങ്ക് യു. ഓക്കെ.
അതിലാ എന്തോ ഔസേപ്പച്ചൻ സാറിന്റെ നല്ലൊരു, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറച്ചതാ. മഞ്ജരിയുടെ കണ്ണുകൾ വരെ നിറഞ്ഞു. മഞ്ജരി ഇമോഷണൽ ആയി പോയോ? എനിക്ക് ഈ പാട്ട് സ്പെഷ്യലി ആകാശദൂത് എന്ന് പറയുന്ന പടം എപ്പോ കണ്ടാലും കരയും. കരയാന്നൊരു കുടുകുടുകൂടാ കരഞ്ഞുകൊണ്ടിരിക്കും. സിബി മലയിൽ സാറ് ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു പടം, അതിൽ മാധവി എന്ന് പറയുന്ന ആക്ട്രസ് എന്നും ആ ഒരു പടത്തിലൂടെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക്കിൽ ആ സ്ട്രിങ്സ്, എനിക്ക് നിങ്ങൾ ഈ സ്ട്രിങ്സ് ദയവേത് വായിക്കരുത് എന്ന് പറയണം തോന്നി. കാരണം അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണലാവുക. എനിക്ക് ആ പാട്ടിനകത്ത് സാറ്, എനിക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവ് ആ പാട്ടിനകത്തുണ്ട്. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് എല്ലാം കൊണ്ടും മനസ്സ് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ട്രൂ മ്യൂസിക് കേട്ടപ്പോഴത്തേക്കുള്ളൊരു സങ്കടം. ആതിര അസലായിട്ട് പാടുകയും ചെയ്തു. ഗായത്രി. ആതിര, എനിക്ക് ശരിക്കും ഈ പെർഫോമൻസ് ഇപ്പം കണ്ടപ്പം ഏതോ ഒരു അവാർഡ് നൈറ്റിൽ ഞാനിങ്ങനെ ഓഡിയൻസ് ആയിട്ട് ഇരിക്കണ മാതിരിയാണ് തോന്നിയത്. അത്ര ഒരു ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. മോള് എന്താ പറയുക, അത്ര ഈസി ആയിട്ട് പാനി ജേസ വെള്ളം പാടുന്ന മാതിരിയാണ് പാടിയത്. യാതൊരു ടെൻഷനും ഇല്ല. ഇതുമാതിരി വേണം സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാനായിട്ട്. റിയലി ഗുഡ്. ഔസേപ്പച്ചൻ സാർ എനിക്ക് ശരിക്കും ഒരു മെൻറ്ററാണ്. കാരണം എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം സമ്മാനിച്ചത് അദ്ദേഹമാണ്. ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ തന്നെ ഒരു 2 വരികൾ ഞാൻ പാടിയ പാട്ട് മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. വേലേറ്റുവാടുന്ന പൂവ് പോലെ വേലേറ്റുവാടുന്ന പൂവ് പോലെ പൂങ്കാറ്റിലാടും കടമ്പ് പോലെ ഒരു കടൽ പോലെ നിൻ താഴ്വരയിൽ തിരനൂറ കൈകളും നീട്ടി നിൽപ്പൂ താമര നൂലിനാൽ മെല്ലേൻ മേനിയിൽ തൊട്ടു വിളിക്കൂ താഴിട്ടു പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ എന്നെ മാറോടു ചേർത്തൊരു പാട്ടുമോളൂ മണിവിരലിനാൽ താളമിടൂ മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ. താങ്ക് യു ഗായത്രി. ആശേച്ചി. സത്യസന്ധമായി പറഞ്ഞാൽ പാട്ട് ഇടയ്ക്ക് കഴിഞ്ഞപ്പോൾ പല്ലവി അനുപല്ലവിയും കഴിഞ്ഞ് നിർത്തിയോ എന്ത് പറ്റി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കിയത്. അത്ര രസമുണ്ടായിരുന്നു. കഴിഞ്ഞത് അറിഞ്ഞിട്ടേ ഇല്ല. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അത്ര രസമായിരുന്നു. അത്ര രസമായിട്ട് പാടി മോള്. സോ സ്വീറ്റ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ സിനിമയിലെ വിഷ്വൽസ് എല്ലാം ഓർമ്മ വരാണ്. ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇനി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആകാശദൂത് പോലെ അത്രയൊരു ഇമോഷണൽ, എല്ലാവരെയും ഒരു ട്രോമയിൽ എത്തിക്കുന്ന ഒരു വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എല്ലാ സിറ്റുവേഷനിലോടും 100% ജസ്റ്റിസ് ആണ് മോൾ ഈ പാട്ടിലൂടെ നമുക്ക് തന്നത്, എല്ലാ പ്രേക്ഷകർക്കും കൊടുത്തത്. തീർച്ചയായിട്ടും ഇത് ഔസേപ്പച്ചൻ സാറ് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിൻ്റെ വൈഫ് ചേച്ചിയായിട്ട് ഞാൻ റെഗുലറായിട്ട് സംസാരിക്കുന്ന ആളാണ്. ചേച്ചിയോട് ഞാൻ പറയാം സാറിനോട് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ? ഓൾ ദി ബെസ്റ്റ് മോളെ, ഓൾ ദി ബെസ്റ്റ്. അല്ല ജഡ്ജസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ 3 പേരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണോ ഗോൾഡൻ ബസർ നേടാൻ പറ്റാതെ പോയത്? ആതിര അസലായിട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഒരു വരി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ലിറിക്സ് മാറിപ്പോയി. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശരിക്കും ഈ ഒരു ഗാനത്തിന് നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു ഗോൾഡൻ ബസറാണ്. ആതിര, അപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു ലിറിക്സിന്റെ പ്രശ്നം കാരണമാണ് നമുക്ക് ഗോൾഡൻ ബസർ നേടാൻ സാധിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. ആതിരയുടെ പാട്ട് കേൾക്കാൻ നേരിട്ടെത്തിയ ഒരാളുണ്ട്, ആതിരയുടെ അമ്മ, അല്ലേ? അപ്പോ ഈ ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണോ? തീർച്ചയായും. ആശേച്ചി, ആതിരയുടെ അമ്മയാണ്. ഇതിനു മുമ്പ് അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി പാട്ട് പാടി തന്നിട്ടുണ്ട്. ആള് നല്ലൊരു ഗായികയാണ്. ഒപ്പം തന്നെ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അത് ശരി. അപ്പോ ഈ സമയത്ത് ഒരു വൈറൽ അമ്മയാണ്. അമ്മയുടെ പാട്ട് എനിക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഒന്ന് കേൾക്കണല്ലോ. ആതിരയോട് ചേർന്ന് ഇവിടെ വന്ന് നിന്നോളൂ.
ആശേച്ചി, മഞ്ജരി, ഗായത്രി, ആതിരയുടെ അമ്മ ഈ അടുത്ത് ഒരുപാട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിലൊക്കെ വന്ന ആളാണ്, വൈറലായ ആളാണ്. പാട്ട് പാടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് അല്ല, മെമ്പറാണ്. മെമ്പർ ഏത് നാട്ടിലാണ്? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പഞ്ചായത്ത്. അത് ശരി. പഞ്ചായത്ത് മെമ്പറാണ്, പാട്ട് പാടുന്ന പഞ്ചായത്ത് മെമ്പർ. ഓക്കെ, ആ മെമ്പറിന്റെ പാട്ട് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി. അഞ്ജന കണ്ണെഴുതി ആലിലത്താരി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. തെയ്യത്തോ തെയ്തോ തെയ്യത്തോ തെയ്തോ തെയ്യത്തോ തെയ്തോ തെയ്യത്തോ മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. കന്നിവയൽ വാരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വാരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കല്യാണമണി ദീപം കൊളുത്തി വച്ചു. പാട്ട് പാടുന്ന മെമ്പർ അടിപൊളിയാണ്. അല്ല, എങ്ങനെയാണ് ഈ പാട്ട് പാടുന്ന മെമ്പർ ലോകം മൊത്തം അറിഞ്ഞത്? എങ്ങനെയാണ് ന്യൂസ് പേപ്പറിലൊക്കെ വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട് പ്രസ്സിൽ വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പം അവരെ സ്ഥിരമായിട്ട് തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന KSRTC ബസ്സിൽ സ്ഥിരമായി കോഴിക്കോടേക്ക് പോകുന്ന ഒരു 10-20 യാത്രികർ. അവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഓണാഘോഷത്തിന് ആ കൂട്ടായ്മേൻ്റെ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്താണ്. സാവിത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാവിയേച്ചീൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ പരിപാടി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഓ, അടിപൊളി. അവിടെ പാട്ട് പാടി. അങ്ങനെ ലോകം മുഴുവൻ പാട്ടുകാരിയായി. അതെ. അപ്പൊ അതിന് സാവിയേച്ചിക്ക് വേണം ഒരു കൈയ്യടി കൊടുക്കാൻ. തീർച്ചയായിട്ടും. അവരെ വീട്ടിൽ ഇങ്ങനെ ഒരു പാട്ട് നടന്നില്ലായിരുന്നെങ്കിൽ, സാവിയേച്ചി ഇങ്ങനെ ഒരു പരിപാടി ആ വീട്ടിൽ നടത്തിയില്ലായിരുന്നെങ്കിൽ, അതെ, ഇങ്ങനെ ഒരു പാട്ടുകാരെ ലോകം അറിയുമായിരുന്നു? ഒരിക്കലും ഇല്ല. അതാ. ഓക്കെ അമ്മ, എങ്ങനെ മകളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടമായി. അപ്പൊ അമ്മ ഒരുപാട് നന്ദി. നമുക്ക് വേണ്ടി ഒരു 4 വരി പാടി തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ആതിര, സന്തോഷായില്ലേ? നല്ല കമന്റ്സ് കിട്ടി. അമ്മയെ നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നു. അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് പാടി തന്നു. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട് പാടി. നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ഒരു പാട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇനി അറിയേണ്ടത് റിസൾട്ട് ആണ്, അല്ലേ? ആതിര ഇവിടെ സേഫ് ആകുമോ അതോ ഡേഞ്ചർ സോണിൽ എത്തുമോ എന്നൊക്കെ അറിയാനുള്ള സമയമാണ്. ടെൻഷൻ ഒന്നുമില്ലല്ലോ? കമന്റ്സ് ഒക്കെ കേട്ടിട്ട് സേഫ് ആയിരിക്കും എന്നല്ലേ തോന്നുന്നേ? ഇതുവരെ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടില്ലല്ലോ? എത്തിയിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം എത്തി അല്ലേ? ഇനി ആ പരിസരത്തേക്ക് വരണ്ട. ഇല്ല, ആ ഒരു എക്സ്പീരിയൻസ് വേണ്ട നമുക്ക്, അല്ലേ? വേണ്ട. അപ്പൊ റിസൾട്ട് പറയട്ടെ? പറഞ്ഞോളൂ. ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വേണ്ട, വെറുതെ ടെൻഷൻ. വേണ്ട മോനെ നടക്കില്ല എന്നാണ് പറയുന്നത്. നല്ല കമന്റ്സ് ഒക്കെ അല്ലേ കേട്ടിട്ടുള്ളത്? അതെ. പക്ഷെ ലിറിക്സ് ചെറിയ പ്രശ്നം വന്നു അല്ലേ? ആ ലിറിക്സിന്റെ പ്രശ്നത്തിൽ നമുക്ക് പ്രശ്നമാവാൻ വഴിയില്ല അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതും പ്രശ്നമാവാം. കോമ്പറ്റീഷൻ്റെ 6th വീക്കിലോട്ട് കടന്നിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാം. റിസൾട്ട് പറയട്ടെ? പറഞ്ഞോളൂ. ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ആ ലിറിക്സിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഗോൾഡൻ ബസർ നേടാൻ സാധിക്കാതെ പോയത്. അല്ലെങ്കിൽ ഗോൾഡൻ ബസർ നേടി ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമുക്ക് ചിലപ്പോ ഗോൾഡൻ ചാനൽ ഇരിക്കാം. ചിലപ്പോൾ സീറ്റിലിരിക്കാമായിരുന്നു. അതെ, ഇരിക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജഡ്ജസ്, അങ്ങനെ മ്യൂസിക്കൽ വോയിസ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 12 മ്യൂസിക്കൽ വോയിസിന്റെ തകർപ്പൻ പെർഫോമൻസിൽ കഴിഞ്ഞു. ആരും തന്നെ ഈ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച എലിമിനേഷൻ ഇല്ല. സൂപ്പർ നല്ല പറഞ്ഞ നമ്മുടെ മ്യൂസിക്കൽ വോയിസ് മെഗാ ഫൈനൽ ഫസ്റ്റ് വീക്കിൽ ഏകദേശം 4-5 പേര് എലിമിനേഷനിൽ വന്നിരുന്നു. അവിടെ നിന്ന് ഈ ഒരു 6ാം വീക്കിലോട്ട് എത്തിയപ്പോഴേക്കും ആ ഒരു പുരോഗമനം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരാഴ്ച കഴിയുന്തോറും അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നു. ഇനിയുള്ള ആഴ്ചകളിൽ ഇനി എല്ലാവർക്കും ഗോൾഡൻ ബസർ കിട്ടട്ടെ അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് എലിമിനേഷൻ ഇല്ല. പക്ഷേ നമുക്കൊരു ചെറിയ ചടങ്ങുണ്ട്. 2 പേരാണ് ഇന്ന് ഗോൾഡൻ ബസർ നേടിയിട്ടുള്ളത്. അവരിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുക, ആ ക്രൗൺ ചൂടുക എന്നറിയാൻ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നു. ഇന്ന് എലിമിനേഷൻ ഇല്ല. പക്ഷേ നമുക്കൊരു ചെറിയ ചടങ്ങുണ്ട്. 2 പേരാണ് ഇന്ന് ഗോൾഡൻ ബസർ നേടിയിട്ടുള്ളത്. അവരിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുക, ആ ക്രൗൺ ചൂടുക എന്നറിയാൻ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ അതൊരു ചെറിയ ചടങ്ങായിട്ട് നമുക്ക് വെക്കണ്ടേ? അപ്പൊ അവർ 2 പേരെ നമുക്ക് ഈ വേദിയിലേക്ക് വിളിക്കാം. അപ്പോ ഇന്ന് ഗോൾഡൻ ബസർ നേടിയെടുത്ത 2 മ്യൂസിക്കൽ വോയിസിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു ആൻഡ് ആതിര രജീഷ്. അങ്ങനെ ഡേഞ്ചർ സോൺ അല്ല, ടെൻഷൻ എടുപ്പിക്കലില്ല ഇവിടെ. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും എലിമിനേഷൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് നമുക്ക് നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താം. ഓക്കെ അല്ലേ ആതിര? ശ്രുതി ഓക്കെ അല്ലേ? ശ്രുതി 3 പ്രാവശ്യം ഗോൾഡൻ ബസർ നേടിയ ആളാണ്. പക്ഷെ ഇതുവരെ ഗോൾഡൻ സീറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. പല്ലി ചലിച്ചു. ആതിര 3 പ്രാവശ്യം എലിമിനേഷനിൽ വന്ന ആളാണ്. ഇതുവരെ ഗോൾഡൻ സീറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഈശ്വര, സത്യം. അതുകൊണ്ട് 2 പേരോട് ഓരോ ചോദ്യം. നിങ്ങൾ ആർക്കെങ്കിലും ഗോൾഡൻ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 3 തവണ വോട്ടിംഗ് ഒഴിവാക്കിയപ്പോ ഇങ്ങനെ ഒരു ട്രിക്ക് കൊണ്ടുവന്നല്ലേ? 3 തവണ ഗോൾഡൻ ബസർ നേടിയ ആളാണ്. അപ്പൊ ശ്രുതി നേരത്തെ ഗോൾഡൻ ബസർ നേടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ബസറിനേക്കാൾ സന്തോഷമുള്ള കാര്യങ്ങളാണ് കമന്റ് വഴി കിട്ടിയെന്ന്. അപ്പോൾ ഗോൾഡൻ ബസറിനേക്കാൾ വിലപിടിപ്പുള്ള കമന്റ്സ് ഒക്കെ കിട്ടിയ ആളാണ് 3 തവണ. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം ഇപ്പൊ പുറത്താവും എന്ന് വിചാരിച്ച് മടങ്ങി തിരിച്ചുവരവ് നടത്തിയ ആളാണ്. ആതിരയ്ക്കാണ് ഗോൾഡൻ ചെയർ കിട്ടുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ശ്രുതിക്ക് വേണ്ടി ആ ചെയർ വിട്ടുകൊടുക്കുവോ? ശ്രുതിയുടെ അടുത്ത് ശ്രുതി 3 പ്രാവശ്യം കഷ്ടപ്പെട്ട് ഗോൾഡൻ ബസർ നേടിയ ആളാണല്ലോ. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ 3 പ്രാവശ്യം കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം കാരണം വേറെ ആർക്കും 3 പ്രാവശ്യം ഗോൾഡൻ ബസർ നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ശ്രുതി ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, സീനിയർ ആണ്, ചാപ്റ്റർ 1 വിന്നറാണ്. അപ്പോൾ ആതിരയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കണം എന്നുള്ളൊരു തോന്നൽ. കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ സാധനം നമുക്ക് കിട്ടിയത്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ അത് ഓക്കെ. പക്ഷെ ഈ ഒരു ഷോയിൽ അതിനേക്കാൾ നമുക്ക് കോമ്പറ്റീഷന് കുറച്ച് അല്ലെ വാല്യൂ ഉള്ളത് കൊണ്ട് ഓക്കെ. അപ്പൊ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരം അല്ലേ? ഓക്കെ. ശ്രുതി, ആതിര, ഇനി നമുക്ക് നിങ്ങളുടെ അപ്പത്തേക്ക് വോയിസ് മാറി. അതുവരെ ഹൈ പിച്ചിലായിരുന്നു ശ്രുതി, പിന്നെ അങ്ങ് ബേസിലാവും കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോടാണ് ചോദ്യം. ഈ പ്രാവശ്യം എലിമിനേഷൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട. പക്ഷെ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. ആദ്യം ഉത്തരം പറഞ്ഞ അല്ലെങ്കിൽ ആദ്യം അഭിപ്രായം പറഞ്ഞ ആൾക്ക് 2ാമത്തെ ചോദ്യത്തിനോ 3ാമത്തെ ചോദ്യത്തിനോ ഉത്തരം പറയാൻ പറ്റില്ല. ഇനി കിടക്കുന്നുള്ള ഓരോ വീക്കും ഞാൻ പുതിയ ഐറ്റംസ് ഇറക്കാനുള്ള പരിപാടിയില്ല. ഫസ്റ്റ് ചോദ്യം. ശ്രുതി എസ് ബാബു ചാപ്റ്റർ 1 വിന്നറാണ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ 3 തവണ ഗോൾഡൻ ബസർ നേടിയ ആളാണ്. ഇതുവരെ ഗോൾഡൻ സീറ്റിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. ശ്രുതി ഗോൾഡൻ ചെയറിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും. അല്ല, ഇനിയിപ്പോ അല്ല, അതാ ഞാൻ പടിപാളി. അപ്പൊ ആതിര അവിടെ ഇരിക്കേണ്ടതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആദ്യം ശ്രുതി ചേച്ചി ഇരിക്കട്ടെ. കാരണം ചേച്ചി 3 തവണ ഗോൾഡൻ ബസർ കിട്ടി. വലിയൊരു അച്ചീവ്മെന്റ് ആണത്. അപ്പൊ ചേച്ചിക്ക് ആദ്യത്തെ സ്ഥാനം. എന്നിട്ട് ആതിര പീട്ടി ഇരിക്കട്ടെ. ശ്രീകുട്ടി ഗോൾഡൻ ചെയറിൽ ഇരുന്നിട്ടില്ലേ? ഉണ്ട്. ആ പ്രാവശ്യം ആർക്കൊക്കെ ഗോൾഡൻ ബസർ കിട്ടി? എനിക്ക് കൊടുക്കും. അന്ന് വിട്ടുകൊടുക്കാൻ പറ്റിയില്ലല്ലോ. അന്നോട് ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴല്ലേ വന്നത്. ചോദിക്കാൻ ഞാൻ വിട്ടുകൊടുത്തേനെ. ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ശ്രുതി ഗോൾഡൻ ചെയറിൽ ഇരിക്കണം എന്നാണ്. ശ്രുതി ഗോൾഡൻ ചെയറിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് ചോദിച്ചു. അതിനർത്ഥം ആതിര ഇരിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടോന്നല്ലോ. അല്ലല്ല, എന്റെ 2ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ അഞ്ജലി. അഞ്ജലി എന്തോ ഒരു സാമ്യം പോലെ. ഇതുവരെ എന്നെ ആതിര എന്നല്ലാതെ ഒന്നും വിളിച്ചിട്ടില്ല. ഇന്നാണ് അഞ്ജലിന്ന്. IELTS ഒക്കെ എഴുതി ഇവിടെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. അഞ്ജലി അല്ല ഇവിടുത്തെ മാറ്റർ.
കമ്മിങ് ടു ദ സീരിയസ് ബിസിനസ്. അത് കഴിഞ്ഞ് ആദരാഞ്ജലി award തന്നാ മതി. അത് കഴിഞ്ഞ് അഞ്ജലിയും ഒരു മാറ്റർ ആക്കും. എന്റെ രണ്ടാമത്തെ ചോദ്യം, ആതിര ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കാരണം ആതിരയ്ക്ക് 3 പ്രാവശ്യം എലിമിനേഷനിൽ എത്തി തിരിച്ചുവരവ് നടത്തിയ ആളാണ്. ഈ ആഴ്ച ഗംഭീര തിരിച്ചുവരവ് നടത്തി ഗോൾഡൻ ബസർ നേടിയെടുത്ത ആളാണ്. എനിക്ക് തോന്നുന്നു ശ്രുതിയെ പോലെ തന്നെ ആതിരയും ഈ പ്രാവശ്യം അറിയിക്കുന്നുണ്ട് ഗോൾഡൻ ചൈൽഡ്. ആരൊക്കെയാണ് ആതിര അവിടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അത് ശരി, പിന്നെ എല്ലാരെയും ശ്രീകുട്ടി എന്താ ശ്രീകുട്ടി കഴിഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി അല്ലല്ലോ. എനിക്കിനി അവസരം കഴിഞ്ഞു, ഒരു അവസരമല്ലേ ഉള്ളൂ. ആ, ശ്രീകുട്ടിയാണ് ഇപ്പൊ നിലവിൽ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്ന ആള്. ശ്രീകുട്ടിക്ക് ഇവരിൽ ആരിക്കണം എന്നാണ് തോന്നുന്നത്? എല്ലാരെയും പോലെ തന്നെ എനിക്കും രണ്ടുപേരും ശരി, ഓക്കെ. ശ്രുതി, ആതിര, നിങ്ങളിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചൈൽഡ് നേടിയെടുക്കുന്നത്? ആരായിരിക്കും ആ ക്രൗൺ ചൂടുന്നത്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് തിരിച്ചറിവ് അല്ലേ? ഗംഭീര തിരിച്ചറിവാണ് നടത്തിയത്. ആതിര 3 പ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. ഇപ്പതാ ഈ 6ാം വീക്കിൽ ഗോൾഡൻ ബസർ നേടി ഗോൾഡൻ ചൈൽഡ് നേടിയെടുത്തിരിക്കുന്നു. ശ്രുതിയുടെ നേട്ടം ഇവർക്ക് ആർക്കും കിട്ടാത്ത നേട്ടമാണ്. കാരണം 3 പ്രാവശ്യം ആരും തന്നെ ഗോൾഡൻ ബസർ നേടിയിട്ടില്ല. ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ആതിര ഈ പ്രാവശ്യം ഗോൾഡൻ ചൈൽഡ് നേടിയെടുക്കുന്നത്. അപ്പൊ എന്തായാലും ശ്രുതി തന്നെ ആതിരയും കൊണ്ട് ആ ഗോൾഡൻ ചൈൽഡിന്റെ അവിടേക്ക് പൊക്കോളൂ. എന്നിട്ട് ശ്രീകുട്ടി ആ ക്രൗൺ നമ്മുടെ ആതിരയെ ചൂടിപ്പിച്ചോളൂ. ഓ രാജകുമാരി. ആതിര, ഈ നിമിഷം ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? സാധാരണ എലിമിനേഷൻ സമയത്തൊക്കെ ഞാൻ ടെൻഷൻ എടുപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയാറ്. ഇപ്പൊ നല്ല സന്തോഷമുള്ള സമയമാണ്. ആ സന്തോഷത്തിൽ ഒരു 2 വാക്ക് ഞങ്ങളോട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സീസൺ 5 കഴിഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. സീസൺ 5 അതിൻ്റെ ഫൈനൽ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഫൈനൽ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് അത് കുഞ്ഞ് നഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പ്രോഗ്രാം ഉണ്ട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം അതിൽ നിന്ന് ചേഞ്ചായിട്ട് ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ച് വന്നു. പക്ഷെ അതിന് ശേഷം ഞാനിവിടെ വന്നിട്ട് സീസൺ 5 ചെയ്ത പോലെ അത്രയും നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഓരോ റൗണ്ട് വീണ്ടും വീണ്ടും എലിമിനേഷൻ വരുമ്പോൾ ഒരുപാട് വിഷമമായിരുന്നു. അപ്പോൾ പിന്നെ വരുന്നതിൽ നമുക്ക് എലിമിനേറ്റഡ് ആയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡോടു കൂടിയാണ് വന്നത്. പക്ഷെ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ആതിര, ഞങ്ങൾക്ക് ആതിരയോടുള്ള റെസ്പെക്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതും ആതിര ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതും. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോവുക. ആതിര, സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷമാണ്. അപ്പൊ മോള് പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ സാധാരണ പറയും ഏതൊരു സങ്കടത്തിനും ഏതൊരു ദുഃഖത്തിനും സംഗീതം ഒരു മരുന്നാണെന്ന്. അത് തന്നെയാണ് മോളോട് പ്രൂവ് ചെയ്തത് കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ഇനി നല്ല ചക്ര പോലത്തെ നല്ല നല്ല കുഞ്ഞു വാവകൾ ഉണ്ടായി അവരെയും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പാടാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ കാത്തിരിക്കും. ഞങ്ങൾ പറയുമോ ആ കുഞ്ഞു വാവയെ കുറിച്ചിട്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. കുറെ കെട്ടിപ്പിടിച്ചിട്ട് ആതിര, സന്തോഷായില്ലേ? ഭയങ്കര സന്തോഷം. എനിക്ക് ശരിക്കും ആതിരയുടെ ഫസ്റ്റ് പെർഫോമൻസ് മുതൽ ഞാൻ ആതിരയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡേഞ്ചർ സോണിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആതിരയുടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു കോമ്പറ്റീഷനിലാവുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്. പക്ഷെ എന്തുകൊണ്ടും സന്തോഷം അഭിമാനം എന്താണെന്ന് വെച്ചാൽ ആതിര തളരാതെ, ആതിര അത്രയും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് ഈ ഗോൾഡൻ സീറ്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആതിരയ്ക്കും ആതിരയുടെ വീട്ടുകാർക്കും ഒക്കെ അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തമാണ്. എനിക്ക് ശരിക്കും ഇന്ന് ആതിര എന്തോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മാച്ചിങ് ഫീലാ തോന്നിയത്. ശരിക്കും ഇപ്പൊ ഒരു രാജകുമാരിയുടെ ഒരു ഗെറ്റപ്പ് ഉണ്ട് അവിടെ ഇരിക്കുമ്പോൾ. താങ്ക് യു ചേച്ചി. പിന്നെ ദൈവാനുഗ്രഹം
എപ്പോഴും ദൈവത്തിനെ എപ്പോഴും വിളിക്കുക, കൂടെ ഉണ്ട്, ദൈവം ശക്തിയോടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സംഗീതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം. നമ്മുടെ കൂടെ സംഗീതം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടും ദൈവം അനുഗ്രഹിച്ച് കറക്റ്റ് സമയമാകുമ്പോൾ ഒരു കുഞ്ഞുവാവെ ഐശ്വര്യത്തോടെ ദൈവം അങ്ങോട്ട് കയ്യിലെടുത്ത് തരും. അതിനതിൻ്റെതായ സമയമുണ്ട് ദാസാ. അപ്പോൾ എല്ലാം അടിപൊളിയായിരിക്കും ഇനി മുതൽ. ഓക്കെ ആതിര ചേച്ചി, അൾട്ടിമേറ്റ്ലി ഒരു സേയിങ് ഉണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മനസ്സും ഹൃദയവും മ്യൂസിക്കിൽ ഇടുക, അതിനുള്ള ഫലം കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഇതുപോലെ തന്നെ ഗംഭീരമായി പാടുക. ജീവിതത്തിൽ ഇനി ഒരുപാട് ഉയരങ്ങളിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലാം ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കും, ഒരു സംശയവുമില്ല. ഗോഡ് ബ്ലെസ് യു. ചേച്ചി. എല്ലാവരും ഇതേപോലെ തന്നെ നല്ല വാശിയോടുകൂടി മത്സരിക്കുക. ശ്രുതി നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ബാക്കി എല്ലാ മത്സരാർത്ഥികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക. ഇതിൽ എത്ര പേർക്ക് ഗോൾഡൻ ചൈൽഡ് ഇതുവരെ ഇരിക്കാൻ പറ്റാത്തതുണ്ട്? 7 പേരാണ്. ഇതിൽ ഗോൾഡൻ ബസർ നേടിയിട്ടും ഗോൾഡൻ ചൈൽഡ് ഇരിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്? 3 പേർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ ചൈൽഡ് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. ശ്രുതിക്ക് പ്രത്യേകിച്ച്. ഓക്കെ, ശ്രുതി ഒട്ടും പുറകിലല്ല, ചെറിയ മാർക്കിന്റെ വ്യത്യാസമാണ്. എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ അതിലേക്ക് ആ ചെയറിൽ ഇരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരേ ആഴ്ച കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ തന്നെ മുന്നേറുക. നിങ്ങൾ 12 പേരും ഒരു രക്ഷയില്ലാത്ത സിംഗേഴ്സ് ആണ്. നമ്മൾ ഒരാഴ്ചയും നമ്മൾ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ വിന്നർ ആകുക എന്നുള്ളത്. അപ്പൊ അതിലോട്ടുള്ള യാത്രയാണ്. അപ്പൊ ഒരാഴ്ചയും നിങ്ങളുടെ ബെസ്റ്റ് സിംഗറിനെ തന്നെ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കലാശകൊട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അവസാനിപ്പിച്ചാലോ? അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവാ അല്ലേ? അതായിരിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം ആശ ചേച്ചി? നല്ല കാര്യം. അഞ്ജലിയോട് ചോദിക്കണോ? അഞ്ജലി ഇങ്ങനെ കാത്തിരിക്കണേ കാണാൻ. അപ്പോ ഞാൻ കാത്തിരിക്കുകയാണ് അഞ്ജലി ഈ വേദിയിൽ വന്ന് ഈ വേദി ധന്യമാക്കുന്നത് കാണാൻ. ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അഞ്ജലി പ്ലീസ് ഇവിടെ കടന്നു വരൂ. ബൈ, ഗുഡ് നൈറ്റ്.